ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒഡു പ്രൊജക്ട്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഒഡു ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ അക്കൗണ്ട് അതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ട് പ്രൊജക്ട് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ടു ഡു, ടാസ്ക്, ഒരുപാട് ബേസിക് പ്രൊജക്ട് മാനേജ്മെൻറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആദ്യം ഫസ്റ്റ് ടാസ്കിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ലെറ്റ് മീ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആൻഡ് ലെറ്റ്സ് ടേക്ക് യു ടു ദ ഇൻസൈഡ് ഓഫ് ദിസ് പ്രൊജക്ട്. സോ നെക്സ്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി, മീൻസ് അക്കൗണ്ട് ഒഡുവിനകത്ത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഒഡുവിനകത്ത് മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ബേസിക് സെക്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് പ്രൊജക്റ്റിനകത്തോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ടു ഡു ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്, ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ബട്ട് ഈ പർട്ടിക്കുലർ വീഡിയോനകത്ത് നമ്മൾ ബേസിക്കലി സംസാരിക്കാൻ പോകുന്നത് പ്രൊജക്ട്സിനെ പറ്റിയാണ്. സോ ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദ പ്രൊജക്ട്. സോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കൊരു ക്ലയൻറ്റ് വരുവാണെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റാണ്. ആ ക്ലയൻറ്റിൻ്റെ പേരിലായിരിക്കും നമ്മൾ ആ പ്രൊജക്റ്റിനകത്ത് ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ് ടാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ക്രിയേറ്റ് എ ക്ലയൻറ്റ്. സോ ആ ക്ലയൻറ്റ് ആയിരിക്കും എൻ്റെ പ്രൊജക്റ്റ്. സോ ഈവൻ ദോ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ഇൻഡിവിജ്വൽ പ്രൊജക്റ്റും ആവാം, ഓർ എ ക്ലയൻറ്റ് ഒരു പ്രൊജക്റ്റ് ആവാം. സോ ഈ ക്ലയൻറ്റാണ് ഒരു പ്രൊജക്റ്റ് എനിക്ക് വന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വൺസ് ക്ലയൻറ്റിൻ്റെ പ്രൊജക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലയൻറ്റ്സിന് ടാസ്കുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് മൾട്ടിപ്പിൾ ടാസ്കുകൾ ക്ലയൻറ്റ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. സോ യു ക്യാൻ സീ ദ എക്സാമ്പിൾസിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ബിസിനസ്സിന് എന്ത് ടൈപ്പ് ഓഫ് സെക്ഷൻസ് ആയിരിക്കും വരിക, മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കിപ്പം പോഡ്കാസ്റ്റ് ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ ആണെങ്കിൽ റിസർച്ച്, സ്ക്രിപ്റ്റ്, റെക്കോർഡിംഗ്, മിക്സിംഗ്, പബ്ലിഷിംഗ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഐഡിയ, റിസർച്ച്, റൈറ്റിംഗ്, എഡിറ്റിംഗ്, ഡൺ, കംപ്ലീറ്റ് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങളുടെ ഏത് സെക്ഷൻസ് ആണ്, ഇപ്പോൾ നിങ്ങൾ കൺസൾട്ടിംഗ് ആണ്. സോ ഇപ്പോഴത്തേക്ക് ഞാൻ പോഡ്കാസ്റ്റിംഗ് ആൻഡ് വീഡിയോ പബ്ലിഷിങ്ങിനകത്ത് എടുത്തേക്കുന്നത്. സോ ആദ്യം റിസർച്ച്, പിന്നെ സ്ക്രിപ്റ്റ് ചെയ്യണം, പിന്നെ റെക്കോർഡ് ചെയ്യണം, പിന്നെ മിക്സ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യണം. സോ ഇതാണ് സ്റ്റേജസ്. സോ ഐ ക്യാൻ മാനുവലി ആഡ് സ്റ്റേജസ് എനിക്ക് വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ റിസർച്ചിനകത്ത് എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ ടു ഡു ടാസ്കുകൾ ആഡ് ചെയ്യണം. എന്തൊക്കെ ടാസ്കുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ക്രിയേറ്റ് ഫസ്റ്റ് ടാസ്ക് അണ്ടർ ദ റിസർച്ച് സബ്സെക്ഷൻ ഓർ റിസർച്ച് സെക്ഷനകത്ത് നമുക്കൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഞാൻ റീൽസ് ഐഡിയ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈവൻ ദോ ഐ ക്യാൻ അസൈൻ മൈ ടീം. സോ ഈ ഓഡോ പ്രൊജക്ട്സിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഫ്രീ ഓപ്ഷനകത്ത് തന്നെയാണ്, ഇത് ഫ്രീ ആണ്. ഫ്രീ ഓപ്ഷനകത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ടാസ്കുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വൺ ടാസ്ക് ഞാൻ റീൽ ഐഡിയാസിന് ക്രിയേറ്റ് ചെയ്ത്, നൗ ലെറ്റ്സ് ക്രിയേറ്റ് ലൈക്ക് പോഡ്കാസ്റ്റ് ഐഡിയ. സോ പോഡ്കാസ്റ്റ് ഐഡിയ ക്രിയേഷൻസ്, ഐഡിയയ്ക്ക് വേണ്ടി റിസർച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഐ ക്യാൻ ജസ്റ്റ് അസൈൻ ദിസ് ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. സോ ഇപ്പോൾ ഞാൻ വേറെ ആളെ ഇതിനകത്തോട്ട് ജോയിൻ ചെയ്തിട്ടില്ല. യു ക്യാൻ റിക്വസ്റ്റ് ടു പേഴ്സൺ ടു ഗെറ്റ് ജോയിൻ ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ബട്ട് ലെറ്റ്സ് സീ ദാറ്റ് പോഡ്കാസ്റ്റ് ഐഡിയനകത്ത് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. സോ ലൈക്ക് പോഡ്കാസ്റ്റ് ഐഡിയനെ തന്നെ നമുക്ക് സബ് ടാസ്കുകളിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് മെയിൻ ടാസ്കിനെ നമുക്ക് സ്മോൾ ചങ്ക്സ് ഓഫ് ടാസ്കിനകത്തോട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. സോ ഇപ്പോഴത്തേക്ക് സിനാരിയോയിൽ ഞാൻ ലെറ്റ്സ് റിസർച്ച് യൂട്യൂബ് പോഡ്കാസ്റ്റ് ചാനൽസ് ആൻഡ് ലെറ്റ്സ് റിസർച്ച് സ്പോട്ടിഫൈ ചാനൽസിന് ജസ്റ്റ് ഞാൻ ഒരു ടാസ്കുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സബ് ടാസ്കുകൾ. സോ ഓരോ സബ് ടാസ്കിനെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഇറ്റ് വിൽ ആക്ച്വലി ക്രിയേറ്റ് നമുക്ക് ടാസ്കിൻ്റെ സബ് ടാസ്കുകൾ അതെല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ക്രിയേറ്റ് ആവണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്. ആൻഡ് ഡിസ്ക്രിപ്ഷൻ, ഈ പർട്ടിക്കുലർ പോഡ്കാസ്റ്റ് ഐഡിയനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അത് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ ദെയർ ടു ലൈക്ക് റിമൈൻഡ്. ഇപ്പോൾ നിങ്ങൾ ഒരാൾക്ക് അസൈൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി എന്തൊക്കെ ടാസ്ക്കാണ് അവിടെ ചെയ്യേണ്ടത്, ആ സാധനം നിങ്ങൾക്ക് അവിടെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. So that is the sections you have to follow on. So now let's click on the save ആയി, ഓട്ടോമാറ്റിക്കലി സേവ് ആയി. ഇനിയിപ്പം നമുക്ക് ഒരാളെ മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും. ലോഗ് നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതും അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സീ ദാറ്റ് സബ് ടാസ്കുകൾ ഏതൊക്കെയാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ചെയ്ത് സെൻഡ് മെസ്സേജ്. നൗ ലെറ്റ്സ് സീ ദ സെൻഡ് മെസ്സേജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഓരോ പ്രൊജക്ട്സിനകത്ത് അതർ യൂസേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യണം. സോ അതർ യൂസേഴ്സിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആ ടാസ്ക് അവർക്ക് മെസ്സേജ് ആയിട്ട് അയക്കാൻ പറ്റും. സോ ഒരു ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ടുഗെദർ ആയിട്ട് ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും. ദെൻ കംസ് ലോഗ് നോട്ട്സ്. ബേസിക്കലി ഓരോ ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ അതിൻ്റെ സ്റ്റേജസ് എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്, ആ സാധനങ്ങളാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഞാൻ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത് ഐ എം യൂസിങ് ദിസ് ചാനൽ. അത് വെച്ചിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ലോഗ് നോട്ട്സ് ആണ് കൊടുക്കുന്നത് ടു ഗെറ്റ് ദ ലൈക്ക് ഇൻഫോർമേഷൻ, എന്തൊക്കെ ടാസ്കിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ഞാനിത് സെക്ഷൻസ് ചെയ്യുന്നത്. സോ ഐ ഹവ് ജസ്റ്റ് പേസ്റ്റഡ് മൈ യൂട്യൂബ് ചാനൽ ഹിയർ. സോ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അഗെയിൻ യു ക്യാൻ ജസ്റ്റ്
ക്ലിക്ക് ഓൺ ദ ആക്ടിവിറ്റീസ് സെക്ഷൻസിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ ആക്ടിവിറ്റീസിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കാണിക്കാൻ പറ്റും. സോ ഇറ്റ് കൈൻഡ്സ് ഓഫ് ടു ഡു ലിസ്റ്റാണ്. സോ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം, റിമൈൻഡേഴ്സ് ചെയ്ത് വെക്കാം. സോ ഓരോ ടാസ്കുകൾക്ക് എപ്പോഴാണ് ഇതിൻ്റെ ഒരു മീറ്റിംഗ് എപ്പോഴാണ്, അല്ലെങ്കിൽ ഈ ടാസ്ക് എപ്പോഴത്തേക്കാണ് ഫിനിഷ് ചെയ്യേണ്ടത്, യു ക്യാൻ ഗിവ് എൻ എ ഡ്യൂ ഡേറ്റ്, ഡെഡ് ലൈൻ കൊടുക്കാൻ പറ്റും. ഈവൻ ദോ ഇത് ടു ഡു എന്താണ്, ലൈക്ക് ടു ഡു ആണ്, ഇമെയിൽ ആണ്, മാർക്കറ്റിംഗ് ആണ്, എവറിത്തിങ്സ് യു ക്യാൻ ലൈക്ക് പുട്ട് ഓവർ ദെയർ. ആ പർട്ടിക്കുലർ സെക്ഷൻസിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സോ ജസ്റ്റ് ഫോർ ഇത് എനിക്ക് ടു ഡു ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നീഡ് ടു ഡു റിസർച്ച്, ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്കത് നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാം. സോ ആസ് ഓഫ് നൗ ലെറ്റ്സ് ക്ലോസ് ദിസ്. നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത്, സോ ഡ്യൂ ഇൻ 5 days ആണ്, 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ. ഇനിയിപ്പം എനിക്ക് ഈ മൊത്തം റിസർച്ചിന് ഒരു ഡെഡ് ലൈൻ കൊടുക്കണമെങ്കിൽ ഐ ക്യാൻ കം ഹിയർ ആൻഡ് ഐ ക്യാൻ സെലക്ട് ദ ഡേറ്റ്. ലെറ്റ് മീ പുട്ട് ഓൺ ദ 1st June. സോ അതാണ് എൻ്റെ ഡെഡ് ലൈൻ. സോ ഐ വിൽ ജസ്റ്റ് ആഡ് ഡെഡ് ലൈൻ. ഡിസ്ക്രിപ്ഷൻ ഇനിയിപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ പ്രൊജക്റ്റിന് സബ് ടാസ്കുകളുടെ സ്റ്റേറ്റസ് നമുക്ക് ഇൻ പ്രോഗ്രസ് മാറ്റാം, ചേഞ്ച് റിക്വസ്റ്റ്, അപ്രൂവ്ഡ്, ക്യാൻസൽ, ഡൺ, ഓൾ ദോസ് സെക്ഷൻസ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇതിനകത്തോട്ട് മാറ്റാൻ പറ്റും. സോ ദാറ്റ് ക്യാൻ ബി സീൻ ബൈ ദ മാനേജർ ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രോജക്റ്റ് ആരാണ്, അവർക്കത് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ദ വേ. ദെൻ വൺസ് റിസർച്ച് ഡൺ യു ക്യാൻ മൂവ് ടു സ്ക്രിപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റെക്കോർഡിങ്ങിനകത്തോട്ട്, മിക്സിങ്ങിനകത്തോട്ട് യു ക്യാൻ പുട്ട് ഓൾ together in one particular section. That is the project point. So project സെക്ഷനകത്ത് തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് 4 ടാസ്ക് കാണുന്നുണ്ട്. ഷെഡ്യൂൾ, എന്തെങ്കിലും ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് ആക്ടിവിറ്റി ഷെഡ്യൂൾസ് ഓവർ ദെയർ. നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ദ സെയിം ലൈക്ക് ടു ഡു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. ദെൻ കംസ് ടാസ്കിനകത്ത് നമ്മുടെ എല്ലാ ടാസ്കുകൾ എന്താണ് നമുക്ക് അവിടെ എന്താ ചെയ്യാൻ പറ്റുക, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. നമ്മുടെ എല്ലാ ടാസ്കുകളും ഇവിടെ കാണാൻ പറ്റും. ഓൾ ടാസ്ക്, മൈ ടാസ്ക്, ഓൾ ടാസ്ക് ഏതൊക്കെ ടാസ്ക്കാണ്. ഇപ്പോൾ ഒരാൾ നമുക്ക് അസൈൻ ചെയ്യുകയാണെങ്കിൽ മൈ ടാസ്കിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ സെക്ഷൻസ് എല്ലാം നമുക്ക് ഈ പർട്ടിക്കുലർ ടാസ്ക് സെക്ഷൻസിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഓരോ ടാസ്കുകൾ ഈസിലി ഇതിനകത്ത് ഇരുന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ലൈക്ക് ഒരു ബേസിക് ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റിന് റിക്വയർഡ് ഉള്ള എവറിത്തിങ് യു ക്യാൻ സീ ഇൻ ദ ഫസ്റ്റ് സെക്ഷൻസ് ഓൺലി. ദെൻ യു ക്യാൻ ലൈക്ക് ടാസ്ക് അനാലിസിസ്, റിപ്പോർട്ട്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ പർട്ടിക്കുലർ സെക്ഷനകത്ത്. ദെൻ അഗെയിൻ യു ക്യാൻ കൺഫ്യൂഗർ ലൈക്ക് സെറ്റിങ്സ്, പ്രൊജക്ട്സ്, ടാക്സ് എല്ലാം കൊടുക്കാൻ പറ്റും ഡിഫറെൻറ്റ് സെക്ഷൻസിനകത്ത്. സോ ഒരുവിധ ബേസിക് റിക്വയർമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് പ്രൊജക്റ്റ് അപ്ഡേറ്റ്സും കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇങ്ങനത്തെ ചെറിയ സെറ്റിങ്സ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാം. പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ചെയ്യാൻ പറ്റും. സോ ന്യൂ അപ്ഡേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും റെക്കോർഡ്സിനെ. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ ദോ റിപ്പോർട്ടിംഗ് സെക്ഷൻസ് വരെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ പ്രൊജക്ട് സെക്ഷൻ. ഇനി നമുക്ക് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പ്രൊജക്ട്സിനകത്തോട്ട് ബാക്ക് വരുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് പ്രൊജക്ട്സ്. സോ പ്രൊജക്റ്റിനകത്ത് നമുക്ക് ടാസ്കുകൾ എടുക്കാം. ടാസ്കുകളിനകത്ത് മൈ ടാസ്ക്, ഓൾ ടാസ്ക്. സോ മൈ ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ടാസ്കുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻബോക്സിനകത്ത്. സോ ഐ ക്യാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ലൈക്ക് എപ്പോഴാണ് ഞാൻ ആ ടാസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഐ ക്യാൻ ജസ്റ്റ് സെറ്റ് ഇറ്റ് ദാറ്റ് ആൻഡ് ഓൺ ദാറ്റ് ബേസിസ് ഐ ക്യാൻ മാനേജ് ദ പ്രൊജക്ട്. സോ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ഒരു പ്രൊജക്ട്സിനെ മാനേജ് ചെയ്യാൻ, ഒരു ക്ലയൻറ്റിനെ ഫ്രീലാൻസ് ആയിട്ട് മാനേജ് ചെയ്യാൻ, എവറിത്തിങ് ഈസ് ഇൻ ദിസ് പർട്ടിക്കുലർ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾ ദാറ്റ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇതിനകത്ത് ഒരുപാട് വേറെ സെറ്റിങ്സ് ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ മോർ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ഓഡോ പ്രൊജക്ട്സ്, leave a comment. I will love to create more videos on that. That's it in this video. Hope you enjoy this video and let's see next video. Till then, bye bye, take care.